ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സ്വർഗത്തിൽ നമുക്കുള്ള അനുഗ്രഹമാണ്. അത് അത്ഭുതം തന്നെയാണ്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന മഹാത്ഭുതങ്ങൾ ഒത്തിരിയുണ്ട്. അളക്കാൻ കഴിയാത്ത നിലയിലുള്ള അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും പ്രതീക്ഷയും പ്രത്യാശയും ഉറപ്പുമുണ്ട്. നമ്മുടെ മരണാനന്തരം നമ്മൾ എത്തുന്നത് സ്വർഗത്തിൽ തന്നെയാണ്. കാരണം യേശു നമുക്ക് വേണ്ടി മരിച്ചത് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവിടുത്തെ രക്തം കൊണ്ട് നമ്മളെ കഴുകി, അവിടുത്തെ രക്തം കൊണ്ട് നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും കൈവിടപ്പെട്ടു പോകില്ല. എന്നാൽ കർത്താവിനുമായിട്ട് ജീവിക്കുന്ന, വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുന്ന, യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ സ്വർഗത്തിൽ ദൈവം കൊണ്ടെത്തിക്കും. അവിടെ നമ്മൾ കണ്ണാലെ കാണുന്ന മഹാത്ഭുതങ്ങളിൽ ചിലത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പുറപ്പെട്ടതായി ഞാൻ കേട്ടു. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനം ആയിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഇത് സ്വർഗത്തെ കാണിക്കുകയാണ്. ഈ സ്വർഗത്തിൽ മനുഷ്യപുത്രന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് അനുഭവിച്ച മക്കൾ ഉണ്ടെന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അവിടെ വായിക്കുകയാണ്, ആ മക്കൾ അവരോടുകൂടെ അല്ലെങ്കിൽ യേശുവിനോട് കൂടെ വസിക്കും. ഇവിടെ വായിക്കുന്നു, അവൻ അവരോടുകൂടെ വസിക്കും എന്ന് പറഞ്ഞാൽ യേശു ആ ഒരു ഗണത്തോടു കൂടെ വസിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. യേശുവിൻ്റെ ജനം ആയിരിക്കും ആ ഒരു കൂട്ടര്. എന്നാൽ ദൈവം താൻ അവരുടെ ദൈവമായി ഇരിക്കും. ഈ ജനത്തിൻ്റെ ദൈവമായിട്ട് ദൈവം എന്നും ഇരിക്കും. അപ്പൊ നോക്കിക്കേ, നാം അവിടുത്തെ ജനം, അവിടുന്ന് നമ്മുടെ ദൈവം. ആ അവസ്ഥ അനുഭവിക്കുന്നത് സ്വർഗത്തിൽ വെച്ചാണ്. ഈ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള അതിപ്രധാനമായ ചില കാര്യങ്ങൾ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ നിങ്ങളെടുത്ത് വായിക്കണേ. കാരണം വാക്യങ്ങൾ വായിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ 1 മണിക്കൂർ മേളിപ്പോകും. പക്ഷെ ഇത് നമുക്ക് ഒരു 10-20 മിനിറ്റ് അതിൽ കൂടുതലാണെങ്കിൽ തന്നെ ആളുകൾ പറയുന്നത് വീഡിയോ ഒത്തിരി നീളമാണ്, സമയം പോകുന്നു, കേൾക്കാൻ പറ്റുന്നില്ലെന്നാണ്. അതുകൊണ്ട് കുറേ പേര് കേൾക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എത്രയും ഒന്ന് ഷോർട്ടാക്കാൻ പറ്റുമോ അത്രയും അവൻ ഒതുക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. എന്നിട്ടും ഒരു 10-15 മിനിറ്റ് എങ്കിലും കുറഞ്ഞ നമുക്ക് വേണം. അതുകൊണ്ട് ചില വാക്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഗ്രേസ് TV-യിലെ പ്രേക്ഷകര്, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ ഒരു പക്ഷെ നിങ്ങളുടെ കൈ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ കാണും. നിങ്ങളത് തുറന്ന് ഈ പാസ്റ്റർ പറയുന്ന കാര്യം ശരിയാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അങ്ങനെ നിങ്ങളുടെ അന്വേഷണം നടത്തുമ്പോൾ ദൈവം നിങ്ങളോട് ആ വാക്യത്തിൽ കൂടെ ഞാൻ പറയുന്നതിൽ കൂടുതൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ നമുക്ക് ഈ ചിന്തയിലേക്ക് വരാം. തുടർന്നുള്ളതായ ദിവസങ്ങളിലെ മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ ഒരു സെർച്ച് ചെയ്ത് നിങ്ങൾ ആ വചനങ്ങൾ കേൾക്കുക. അപ്പോൾ സ്വർഗത്തിലെ മഹാത്ഭുതങ്ങളിൽ 1 പത്രോസ് 1-ന്റെ 4-5 വാക്യങ്ങളാണ്. അവിടെ കാണുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്ത അവകാശങ്ങൾ. അപ്പൊ സ്വർഗത്തിൽ നമുക്കുള്ള മഹാത്ഭുതങ്ങളിൽ ഒന്ന്, നമുക്കവിടെ അവകാശമുണ്ട്. ഈ ഭൂമിയിലെ അവകാശങ്ങൾ ക്ഷയവും മാലിന്യവും വാട്ടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, അതിന് ക്ഷയമില്ല, മാലിന്യമില്ല, വാട്ടമില്ല. അപ്പോൾ തന്നെ 2 തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് നിങ്ങൾ നോക്കൂ. അവിടെ 4-ന്റെ 7-8 വാക്യങ്ങളിൽ വ്യക്തമായിട്ട് വായിക്കുന്നു, അവിടെ നമുക്ക് വേണ്ടി നീതിയുടെ കിരീടം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്.
ഇവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ഈ ഭൂമിയിൽ പാർത്ത് നിങ്ങൾ ജീവിച്ചിട്ട് ഇതുവരെയും നിങ്ങൾക്കൊരു നീതി കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ കുടുംബപരമായി, വസ്തുപരമായി, ജോലിപരമായി, തലമുറപരമായി ഒരു നീതി വെളിപ്പെടാതെ നിങ്ങൾ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ, സ്വർഗത്തിൽ നിങ്ങൾക്ക് നീതിയുടെ കിരീടം ഉണ്ടെന്ന് വിഷമിക്കരുത്. ദൈവം നിങ്ങൾക്ക് നീതി തരും. നീതിമാനായ ദൈവം നീതിയോടുകൂടെ വിധിക്കുന്ന സമയത്ത് ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന, നിരാശപ്പെടുന്ന, വേദനിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു നീതി കർത്താവ് ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 2 തിമത്തിയോസ് 4:7-8 പറയുകയാണ്, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന കിരീടങ്ങൾ പലതുണ്ടെങ്കിലും അതിൽ നീതിയുടെ കിരീടം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 15 മുതൽ അതിന്റെ 26 വരെ നിങ്ങൾ വായിക്കൂ. അവിടെ എഴുതിയിരിക്കുന്നത് മഹത്വമുള്ള ഒരു നഗരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ നഗരത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആ ഭാഗം മുഴുവനും വായിക്കണം. ഇത്ര മഹത്വമേറിയ മഹാത്ഭുതകരമായ സ്വർണ്ണ സ്വച്ഛ പടിക തുല്യമായ ഒരു ഭവനം, ഒരു നഗരം ദൈവം നമുക്ക് വേണ്ടി അവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന്. അത് ദൈവം നമുക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി നിത്യാനന്ദ യുഗം, യുഗാദി യുഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ദൈവം ഒരുക്കി വച്ചിട്ടുള്ളതാണ്. ആ അനുഗ്രഹങ്ങൾ ശ്രേഷ്ഠമാണ്. വേദപുസ്തകത്തിൽ ഇങ്ങനെ അത് വ്യക്തമായിട്ട് അനുഭവിക്കുവാൻ കഴിയും. വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, എന്നോട് സംസാരിക്കുന്ന ഒരു നഗരത്തെയും അതിൻ്റെ ഗോപുരത്തെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. അളവുകോല് തന്നെ പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു. ആ നഗരം എങ്ങനെയാണ്? സമചതുരമായി കിടക്കുന്നു. അതിൻ്റെ വീതിയും നീളവും സമം. നോക്കിക്കേ, ആ നഗരത്തിൻ്റെ അളവ്, വീതിയും നീളവും സമമാണ്. അളവുകോല് കൊണ്ട് അവൻ നഗരത്തെ അളക്കുന്നു. ആ അളവുകോല് കൊണ്ട്, മുമ്പേ നമ്മൾ വായിച്ചതുപോലെ പൊന്നുകൊണ്ടുള്ള അളവുകോല് കൊണ്ട് അതിനെ അളക്കുന്നു. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്തവണ്ണം തങ്കവുമായിരുന്നു. നഗരത്തിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നം കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തേത് നീലരത്നം, 3-ാമത്തേത് മാണിക്യം, 4-ാമത്തേത് മരതകം, 5-ാമത്തേത് നഖവർണി, 6-ാമത്തേത് ചുമപ്പ് കല്ല്, 7-ാമത്തേത് പീതരത്നം, 8-ാമത്തേത് ഗോമേതകം, 9-ാമത്തേത് പുഷ്യരാഗം, 10-ാമത്തേത് വൈഡൂര്യം, 11-ാമത്തേത് പത്മരാഗം, 12-ാമത്തേത് സുഗന്ധ രത്നം. നോക്കുക, ഇങ്ങനെ ഓരോ കല്ലുകൾ കൊണ്ട് മതിലുകളും പട്ടണങ്ങൾ ദൈവം പണിത് വെച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ താപ്പോട്ട് വായിക്കുമ്പോൾ, അവിടെ എല്ലാം വായിക്കാൻ സമയമില്ല, അങ്ങോട്ട് താപ്പോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ശ്രേഷ്ഠവും മാന്യവുമായ അനുഗ്രഹം സ്വർഗത്തിൽ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം സ്വർഗത്തിൽ അങ്ങനെ ഒരുക്കി വച്ചിട്ടുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 10-28 വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, നിത്യജീവൻ ലഭിക്കും. സ്വർഗത്തിൽ ചെന്നാൽ എന്തോ കിട്ടും? നിത്യജീവൻ കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി നിത്യജീവനില്ല, ജീവനേ ഉള്ളൂ. അർത്ഥം, ഏതു സമയവും ജീവൻ നഷ്ടപ്പെടാം. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല, നിത്യജീവനാണ്. സ്വർഗത്തിൽ ചെല്ലുന്ന ഒരു വ്യക്തിക്ക് പിന്നെ മരണമില്ല, യുഗായുഗങ്ങൾ ജീവനോടെ ഇരിക്കാം. സ്വർഗത്തിൽ ശ്രേഷ്ഠമായ ജീവിതമുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്യാദി കാര്യങ്ങൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായ നമ്മൾ നിത്യതയെ നഷ്ടപ്പെടുത്താതെ, പാപം ചെയ്യാതെ, ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച്, വിശുദ്ധിക്ക് വേർപാടിനും മുതൽ കൊടുത്തുകൊണ്ട് ജീവിതം ഞങ്ങളെ തന്നെ സമർപ്പിച്ച് കർത്താവിന്റെ സന്നിധി താഴാനും പ്രാർത്ഥിക്കാനും ക്രമീകരിക്കപ്പെട്ട ജീവിതത്തോടു കൂടെ മുമ്പോട്ട് പോകുവാനും തയ്യാറാകുന്നെങ്കിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം നമുക്ക് വേണ്ടി സിദ്ധിക്കും. ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം നമുക്ക് വേണ്ടി നൽകും. അവിടെ നമുക്ക് നിത്യജീവന പ്രിയരെ, അവിടെ മരണമില്ല, നിത്യാനന്ദം. ആമേൻ. ദൈവത്തോടു കൂടെ, പുത്രനോടു കൂടെ, പിതാവിന്റെ കൂടെ, പരിശുദ്ധാത്മാവിന്റെ കൂടെ ജീവിക്കാൻ നമുക്ക് അവസരം ദൈവം തന്നിരിക്കുക. ഈ വലിയ അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
ഈ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ വരണം. ഈ അനുഗ്രഹത്തിലേക്ക് വരണമെങ്കിൽ എന്താണ് അനുഭവം വഴി? യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കുക, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുക, ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുക, യേശുവിന്റെ രക്തത്തിൽ നമ്മൾ കഴുകപ്പെടുക, പാപങ്ങൾ ഏറ്റുപറയുക, കുറവുകൾ കഴുകിക്കളയുക, വിശുദ്ധരായി ദൈവത്തിന് വേണ്ടി ജീവിക്കുക, പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുക, ആത്മാവിൽ ആരാധിക്കുക, അപ്പം നുറുക്കുകൾ ആചരിക്കുക, കൂട്ടായ്മ ആചരിക്കുക, രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 38 മുതലുള്ള വാക്യങ്ങളിൽ വായിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക. അങ്ങനെ ജീവിച്ചാൽ, അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിലെ ഈ അത്ഭുതങ്ങൾ നിങ്ങൾക്കും കാണാൻ കഴിയും. സ്വർഗത്തിലെ ഈ അത്ഭുതങ്ങൾ നിങ്ങൾക്കും അനുഭവിക്കുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലും അവകാശം ലഭിക്കും. നിങ്ങൾക്കും ജീവന്റെ കിരീടം, നീതിയുടെ കിരീടം, വാടാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ മഹത്വമുള്ള പട്ടണത്തിൽ, നഗരത്തിൽ നിങ്ങൾ പാർക്കും. യേശുവിൽ കൂടെയുള്ള നിത്യജീവൻ നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് വിട്ടു തരും. എത്രയൊക്കെ ആഗ്രഹമുണ്ട്? ഇന്ന് രാവിലെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്കും അങ്ങനെ ജീവിതം വേണം. എനിക്കും എൻ്റെ യേശുവിനോട് കൂടെ ആ പട്ടണത്തിൽ, ആ നഗരത്തിൽ ജീവിക്കണം. യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കണം. നിത്യജീവൻ എനിക്ക് വേണം. നിങ്ങൾ ആഗ്രഹിക്കുന്നോ? എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ക്ഷയമാലിന്യം, വാട്ടം ഇവയൊന്നുമില്ലാത്തതാണ് ഞങ്ങളോട് പറഞ്ഞെങ്കിൽ ആ വാഗ്ദത്തം അനുഭവിക്കുവാൻ, അവകാശത്തെ പിടിച്ചടക്കാനുള്ള പുത്തൻ കൃപയും പുത്തൻ ബലവും ഞങ്ങൾക്ക് നൽകണേ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ആ കൂടാരത്തിൽ പാർക്കേണ്ടതിന് ഞങ്ങളെ ശക്തീകരിക്കണേ. ഞങ്ങളുടെ കുറവുകൾ, ബലഹീനതകൾ ദൈവം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പോരായ്മകൾ ഞങ്ങളോട് മനസ്സലിഞ്ഞ് കരുണ കാണിച്ച് ഞങ്ങളോട് കർത്താവെ പൊറുക്കണമേ. കർത്താവെ, വാക്കില്, നോട്ടത്തില്, ചിന്തയില്, സംസാരത്തില്, കൊടുത്തു വാങ്ങലുകളിൽ ഇന്നലകളിൽ ഒത്തിരി തെറ്റുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ പരിപൂർണമായി സമ്മതിക്കുന്നു. കർത്താവെ, ആ നഗരത്തിൽ പാർക്കാൻ തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ള സകല കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്വർഗത്തിൽ കർത്താവെ, ഞങ്ങളെ കാത്തിരിക്കുന്ന ഈ മഹാത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീരാൻ, ഞങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ മഹാത്ഭുതങ്ങൾ നമുക്കും അവകാശമാക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.